Welcome back to our YouTube channel Knowledge Junction Learn with Sweetie. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പോഷക സമൃദ്ധമായ അവോക്കാഡോ എന്ന ഫലത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് ജൂലൈ 31 ദേശീയ അവോക്കാഡോ ദിനം. എന്താണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത? എന്താണ് അവോക്കാഡോ? അവോക്കാഡോ എന്ന ഫലത്തിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ അവോക്കാഡോ ദിനം, നാഷണൽ അവോക്കാഡോ ഡേ, ജൂലൈ 31 ആചരിക്കപ്പെടുന്ന ദിനമാണ്. ഈ ദിനം പ്രധാനമായും അമേരിക്കയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. പക്ഷേ ലോകം മുഴുവൻ അവോക്കാഡോ പ്രേമികൾക്കും ഇത് ആഘോഷിക്കാവുന്ന ഒരവസരം കൂടിയാണ്. നാഷണൽ അവോക്കാഡോ ഡേ, ജൂലൈ 31. ലൊറേസി എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരംഗമാണ് അവോക്കാഡോ അഥവാ വെണ്ണപ്പഴം എന്ന് മലയാളത്തിൽ പറയുന്നു. ബട്ടർ പിയർ, അലിഗറ്റർ പിയർ എന്നിങ്ങനെയും ഇതിന് പേരുണ്ട്. ശാസ്ത്രീയ നാമം പെർസിയ അമേരിക്കാന. കറേബിയൻ ദ്വീപുകൾ, മെക്സിക്കോ, തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക എന്നിവയാണ് ഇതിൻ്റെ ജന്മദേശം. ഈ മരത്തിൻ്റെ ഫലത്തെയും അവോക്കാഡോ എന്നാണ് പറയുക. മുട്ടയുടെ ആകൃതിയുള്ളതോ വൃത്താകൃതിയിലുള്ളതോ ആയ ഫലത്തിനകത്ത് കട്ടിയുള്ള അല്പം വലിപ്പമുള്ള വിത്താണ് ഉണ്ടാവുക. ആരോഗ്യത്തിനും ചർമ്മ സൗന്ദര്യത്തിനും ഏറെ അനുയോജ്യമാണ് അവോക്കാഡോ എന്ന പേരിലറിയപ്പെടുന്ന വെണ്ണപ്പഴം. അവോക്കാഡോ നടുകെ ചീന്തിയെടുത്തതാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. അവോക്കാഡോ നടുവെ മുറിക്കുന്നതാണ് ഈ ചിത്രം. അതീവ പോഷക സമൃദ്ധമായ ഫലം കൂടിയാണ് വെണ്ണപ്പഴം. അതിനാൽ രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർക്ക് കഴിക്കാവുന്ന ഉത്തമ ആഹാരമാണിത്. വിദേശ രാജ്യങ്ങളിൽ പ്രാതൽ, ഉച്ചഭക്ഷണം, സാലഡ് എന്നിവയിലും ഇത് ഉൾപ്പെടുത്താറുണ്ട്. വാണിജ്യ പ്രാധാന്യമുള്ള ഒരു വിളയാണ് അവോക്കാഡോ. ഇതിൻ്റെ മരവും ഫലവും ഉഷ്ണമേഖലാ കാലാവസ്ഥയിലുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നു. കേരളത്തിൽ ഇടുക്കി, വയനാട്, പത്തനംതിട്ട, ചില ജില്ലകളുടെ കിഴക്കൻ മേഖലകൾ തുടങ്ങിയ മലയോര മേഖലകളിലും പ്രദേശങ്ങളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായൊരു ഫലവൃക്ഷമാണ് വെണ്ണപ്പഴം. എന്നിരുന്നാലും മറ്റ് പ്രദേശങ്ങളിലും ഇവ നന്നായി വളർന്നത് കാണാനായി സാധിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ധാരാളം ആളുകൾ അവോക്കാഡോ അവരുടെ വീടുകളിൽ നട്ടു വളർത്താറുമുണ്ട്. പൊതുവെ ഗ്രാഫ്റ്റ് തൈകളിൽ കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ കായ്ഫലം കാണാറുണ്ട്. പച്ച നിറത്തിലുള്ള തൊലിയോടുകൂടിയ ഈ ഫലം വിളവെടുപ്പിന് ശേഷം പഴുപ്പിക്കുന്നു. സ്വയം പ്രജനനം നടത്തുന്ന മരമാണിത്. നല്ല ഇനം ഫലം ലഭിക്കുന്നതിനും കൂടുതൽ കായ്കൾക്കുമായി ഈ മരം ഗ്രാഫ്റ്റിംഗ് മുകുളനം ചെയ്താണ് നടുന്നത്. മരത്തിൽ നിൽക്കുമ്പോൾ തന്നെ പഴത്തിനകത്ത് തൈ മുളച്ചു വരുന്ന വിവിപ്പാരി എന്ന പ്രതിഭാസം വെണ്ണപ്പഴ മരത്തിനുള്ളതിനാൽ കർഷകരെ ഇത് ബുദ്ധിമുട്ടിക്കുന്നു. പ്ലാവ്, നിലക്കടല, കണ്ടൽ വിത്തുകൾ, ശീതകാല പച്ചക്കറികളായ ചൗചൗ തുടങ്ങിയവ വിവിപ്പാരി പ്രതിഭാസങ്ങൾക്ക് ഏറെ ഉദാഹരണമാണ്. എന്താണ് വിവിപ്പാരി പ്രതിഭാസം? ചക്ക, നിലക്കടല, അവോക്കാഡോ, ശീതകാല പച്ചക്കറികളായ ചൗചൗ, കണ്ടൽ ചെടി തുടങ്ങിയവ മരങ്ങളിലെ ഫലങ്ങളിലിരുന്നു കൊണ്ട് തന്നെ തൈകൾ മുളയ്ക്കുന്നു. ഇവിടെ എല്ലാ ഫലങ്ങളും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ കണ്ടൽ ചെടികളുടെ കാര്യത്തിൽ വിവിപ്പരി എന്ന പ്രതിഭാസം വളരെയധികം പ്രയോജനപ്രദമാകുന്നു. അവോക്കാഡോ അഥവാ വെണ്ണപ്പഴത്തിൻ്റെ ഗുണമൊന്ന് നോക്കാം.
ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒരു ഫലമാണിത്. ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഒപ്പം ഹൃദയാരോഗ്യവും സംരക്ഷിക്കുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ പ്രമേഹം നിയന്ത്രിക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവോക്കാഡോ കഴിക്കുന്നത് സഹായകരമാണ്. ഗർഭകാലത്ത് ഗർഭിണികൾ കഴിച്ചിരിക്കേണ്ട അത്യാവശ്യം ഒന്നാണ് ഫോളേറ്റ് അഥവാ ഫോളിക് ആസിഡ്. ഇതിൻ്റെ കുറവ് കുഞ്ഞുങ്ങളിൽ നാഡീസംബന്ധമായ പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിൻ്റെ നല്ലൊരു ഉറവിടമാണ് അവോക്കാഡോ. ചീരയിലും മറ്റുമുള്ള ഇത് വളരെ അപൂർവമായി പ്രകൃതിദത്തമായി ലഭിക്കൂ. അവോക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് ഇതിൻ്റെ 1/2 കപ്പ് ജ്യൂസിൽ 5 mcg ഗ്രാം ഫോളിക് ആസിഡ് ഉണ്ടെന്നാണ് കണക്ക്. പ്രീംക്ലാസിയ എന്നൊരവസ്ഥയ്ക്കും ഇത് നല്ലൊരു പരിഹാരമാണ്. ഇതിലെ പൊട്ടാസ്യമാണ് ഇതിനെ സഹായിക്കുന്നത്. BP-യെ ബാധിക്കുന്ന ഈ അവസ്ഥ വരാതിരിക്കാൻ ബട്ടർ ഫ്രൂട്ടിലെ പൊട്ടാസ്യം ഏറെ സഹായകരമാണ്. അവോക്കാഡോയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. അവോക്കാഡോയിൽ നാരുകൾ ധാരാളമുണ്ട്. ഇത് വിശപ്പ് കുറയ്ക്കുകയും കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. അവോക്കാഡോയിൽ അടങ്ങിയിട്ടുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും അതുപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ഏറെ സഹായകരമാണ്. അവോക്കാഡോയുടെ 75% കലോറിയും ഉണ്ടാകുന്നത് കൊഴുപ്പിൽ നിന്നാണ്. ഏകപൂരിതമായ കൊഴുപ്പാണിത്. വാഴപ്പഴത്തേക്കാൾ 60% കൂടുതൽ പൊട്ടാസ്യവും അവോക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. ജീവകം ബി, ജീവകം ഇ, കെ എന്നിവകൾ കൊണ്ടും ഇത് ഏറെ സമ്പന്നമാണ്. മറ്റേത് പഴവർഗത്തിനേക്കാളും നാരുകൾ അവോക്കാഡോയിലുണ്ട്. നാം നേരത്തെ തുടർന്നതുപോലെ തന്നെ അവോക്കാഡോയുടെ ആരോഗ്യപരമായ ഗുണങ്ങളിലെ മൂന്നാമത്തേതാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന്. അവോക്കാഡോയിൽ വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സൈഡുകൾ ധാരാളമുണ്ട്. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായകരമാണ്. നാലാമത്തേത് പ്രമേഹം നിയന്ത്രിക്കുന്നു. അവോക്കാഡോയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ പ്രമേഹമുള്ളവർക്കും ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഏറെ സഹായകരമാണ്. അഞ്ചാമത്തേത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അവോക്കാഡോയിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാരുകൾ ധാരാളമുണ്ട്. ഇത് ദഹനത്തെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. ആറാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഗുണമാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന്. അവോക്കാഡോയിൽ ല്യൂട്ടിൻ, സിയാക്സാന്തിൻ തുടങ്ങിയ ആൻറ്റി ഓക്സൈഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഏറെ ഫലപ്രദമാണ്. അവോക്കാഡോ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു. വയറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് അവോക്കാഡോ. ഇത് കുടൽ ആരോഗ്യത്തെ സഹായിക്കുന്നു. ഒപ്പം തന്നെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും ഗുണകരമാണ്. അവോക്കാഡോ ആസിഡുകളെ കുറയ്ക്കുകയും ഫാറ്റി ആസിഡുകളും അസറേറ്റും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അസറ്റേറ്റും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദേശീയ അവോക്കാഡോ ദിനത്തിലെ ടൈം ലൈൻ നമുക്കൊന്ന് നോക്കാം. 8000 BC-യിൽ
മെക്സിക്കോയിൽ കഴിക്കുന്ന അവോക്കാഡോകളെ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യ മെക്സിക്കോയിൽ കാട്ടു അവോക്കാഡോകൾ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നതായി പുരാവസ്തു ഗവേഷകർ തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. 3000 BC-യിൽ ഇൻക, ഓൾമെക്, മായൻ തുടങ്ങിയ മെസോ അമേരിക്കൻ ഗോത്രങ്ങൾ വളർത്തുമൃഗ അവോക്കാഡോ മരങ്ങൾ വളർത്തിയിരുന്നതായി ഗവേഷകർ വിശ്വസിക്കുന്നു. 1696-ൽ പ്രകൃതി ശാസ്ത്രജ്ഞനായ സർ ഹാൻസ് ലോൺ തൻ്റെ ജമൈക്കൻ സസ്യങ്ങളുടെ കാറ്റലോഗിൽ അവോക്കാഡോ അല്ലെങ്കിൽ അലിഗേറ്റോ പിയർ ട്രീ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. 1833-ൽ ഫ്ലോറിഡ USA ഫ്ലോറിഡയിൽ ആദ്യമായി അവോക്കാഡോ നടുന്നത് ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ഹെൻറി പെറിനാണ്. 1950-കളിൽ അമേരിക്കയിൽ അവോക്കാഡോകൾ വാണിജ്യപരമായി ലഭ്യമാകാനായി തുടങ്ങി. ആളുകൾ കൂടുതലും ഇത് സാലഡുകളിൽ ചേർക്കുന്നു. അവോക്കാഡോയുടെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. സാലഡുകളിലും സ്മൂത്തി, ഷേക്ക് തുടങ്ങിയ ഭക്ഷണ രീതികളിൽ നമ്മൾ അവോക്കാഡോ ഉപയോഗിക്കാറുണ്ട്. ബ്രസ്റ്റ് ടോസ്റ്റിൽ അവോക്കാഡോ സ്പ്രെഡായും ഉപയോഗിക്കുന്നു. ഗ്വാക്കാമോളി എന്ന മെക്സിക്കൻ വിഭവത്തിലെ പ്രധാന ഉപയോഗം അവോക്കാഡോയാണ്. നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.